നമസ്കാരം. ഓർമ്മയിലെന്നും പത്മരാജൻ. നമുക്കിടയിൽ പരിചിതരെ പോലെ തോന്നും വിധത്തിൽ അപരിചിതരായി ജീവിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിലെത്തിച്ച പത്മരാജൻ എന്ന സംവിധായകന്റെ ഓർമ്മയിലൂടെയുള്ള യാത്ര തുടരുന്നു. പപ്പേട്ടൻ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ പൊതുവെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ ഇപ്പം നേരത്തെ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. ടൈറ്റിൽ തന്നെ വന്നു തുടങ്ങിയത് 1986 ശേഷമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ പേര് പോലും വന്നു തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഒരിക്കലും ഇവർ കഥയൊന്നും പറയുമൊന്നുമില്ല. സിനിമ കഥ നമ്മളവിടെ വിളിച്ചിട്ട് പറയും ഇന്ന ആർട്ടിസ്റ്റിനാണ് കേട്ടോ എന്ന് പറയും. നമ്മളങ്ങ് സിനിമ നോക്കി ഡബ് ചെയ്യാന്ന്. പക്ഷെ കഥ പറഞ്ഞു തരുന്ന വളരെ അപൂർവം ഡയറക്ടർമാരേ ഉള്ളൂ. ഒന്ന് പപ്പേട്ടനാണ് അതിലെപ്പോഴും മുൻപിൽ. പപ്പേട്ടൻ ഇരുന്ന് വളരെ വിശദമായിട്ട് അത് നമുക്ക് ഈ കഥ തീരണ്ടാന്ന് തോന്നും. കാരണം ബ്യൂട്ടിഫുൾ വോയിസ് അല്ലേ, മനോഹരമായ ആ നറേഷൻ ഭയങ്കര രസമാണ്. പപ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ ആ ശബ്ദത്തിൻ്റെ സ്വീറ്റ്നെസ് നമ്മളിങ്ങനെ കേട്ടിരിക്കും. ഈ ഗന്ധർവ ശബ്ദം എന്ന് പറഞ്ഞാൽ ഗന്ധർവൻ സിനിമയിലെ തുടക്കത്തിലും പപ്പേട്ടൻ്റെ ശബ്ദമാണ്. ഞാൻ ഗന്ധർവന്റെ തുടക്കത്തിലെ ശബ്ദവും പിന്നെ അവസാനിക്കുന്ന ഗന്ധർവൻ പോവുമല്ലോ, ഇനിയില്ല ഇവിടെ എന്ന്, അതൊക്കെ പപ്പേട്ടന്റെ വോയിസ് ആണ്. ഗന്ധർവനായിട്ട് അഭിനയിച്ച നിതീഷ് ഭരദ്വാജിന് ഡബ് ചെയ്തിരിക്കുന്ന നന്ദു എന്ന് പറയുന്ന ഈ പറയുന്ന ആകാശവാണിയിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ പൊതുവെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്ന് നമുക്ക് ഇങ്ങനെ വളരെ വിശദമായിട്ട് കഥ പറഞ്ഞു തരും. ഈ ഡബ്ബിംഗ് ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയിലെ പാട്ടുകളുടെ സെക്ഷൻ ഉണ്ടല്ലോ. പാട്ടുകൾ എന്ന് പറയുന്നത് എല്ലാ സിനിമയിലും അതിഗംഭീര പാട്ടുകളാണ്. അത് ഗന്ധർവനും പാട്ടുകാരനാണ്. നമുക്ക് പാർക്കാൻ റീ റെക്കോർഡിങ് പാട്ട് എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള ഇൻപുട്ടാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്ന അശോകൻ ചേട്ടൻ ഒരു പവിഴം പോലെ 4 വരി പാടിയാൽ ശാരി ചേച്ചിക്ക് പോവാം. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പുതുശോഭയെഴും നിറമുന്തിരി നിൻ മുഖസൗന്ദര്യമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പുതുശോഭയെഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം. അശോകൻ ചേട്ടാ വളരെ നന്ദി. അത് ശാരി ചേച്ചിക്കുള്ള പത്മനാഭൻ സാറിനുള്ള നമ്മുടെ ഒരു ഡെഡിക്കേഷനാണ് ഈ അവസരത്തിൽ. ചേച്ചി ഒരുപാട് സമയം മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി വന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. പത്മനാഭൻ സാറിന്റെ ബഹുഭൂരിപക്ഷം സിനിമകളും നമ്മൾ എടുക്കുമ്പം ഒരു കവിത പോലെയുള്ള പേരുകളുണ്ട്. അത് നമ്മൾ അരപ്പട്ട കെട്ടിയ ഗ്രാമം എടുത്താലും, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എടുത്താലും, ദേശാടന കിളി കരയാറില്ല എന്ന് പറയുന്ന പേരെടുത്താലും, കരിയിലക്കാറ്റ് പോലെ എടുത്താൽ പോലും വലിയ വലിയ പേരുകളാണ്. അപ്പോൾ സിനിമയുടെ ഇത്തരത്തിലുള്ള വലിയ വലിയ പേരുകളെ ആ പേരിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി ടൈറ്റിൽ കാർഡിലും പോസ്റ്ററുകളിലും ഒക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, പരസ്യകലയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം ഇങ്ങനെയുള്ള കഥയാണ്, കൺവെൻഷനലായിട്ടുള്ള കഥയല്ല, കൺവെൻഷനായിട്ടുള്ള കഥാപാത്രങ്ങളല്ല, കഥാപശ്ചാത്തലങ്ങളല്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ സാധാരണത്വമുള്ള മറ്റ് സിനിമകളിലേക്ക് പോകുന്ന പോലുള്ള പോസ്റ്ററുകളല്ല പല സിനിമകൾക്കും ആവശ്യമായി വരിക. അങ്ങനെ പത്മനാഭൻ സാറിൻ്റെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ പരസ്യകലയിലൂടെ ആ സിനിമ എന്താണെന്ന് വഴിവെക്കലൂടെ അല്ലാതെ എല്ലാം ജനങ്ങളെ അറിയിക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള വളരെ അതുല്യനായ മറ്റൊരു പ്രതിഭ. ഒരുപക്ഷെ
നമ്മുടെ ഈ ഓർമ്മയിലെന്നും എന്ന് പറയുന്ന എപ്പിസോഡിൽ സിനിമയുടെ പല മേഖലയിലുള്ള ആളുകൾ, അത് ക്യാമറാമാന്മാരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും എഴുത്തുകാരും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഈ സിനിമയുടെ തന്നെ പരസ്യകല എന്ന മേഖലയിൽ നിന്നും ഒരാൾ വരുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗായത്രി അശോകൻ ചേട്ടൻ. അശോകൻ ചേട്ടാ, ഒരിക്കൽ കൂടി സ്വാഗതം, നമസ്കാരം. ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഉണ്ടല്ലോ, പല തരത്തിൽപ്പെട്ട വലിയ പേരുകൾ. അപ്പോൾ ഒരു പരസ്യകല ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അന്ന് ഇങ്ങനത്തെ വലിയ പേരുകൾ തരുന്നതാണോ, ചെറുതായിരുന്നോ എളുപ്പവും സൗകര്യവുമെല്ലാം? എഴുതാൻ സൗകര്യം ചെറിയ പേരുകളാണ്, പക്ഷെ വലിയ പേരുകൾ എന്ന് പറയുമ്പോൾ പപ്പേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് തുടങ്ങി പപ്പേട്ടൻ്റെ കഥകളും നോവലും ഒക്കെ വായിച്ചിട്ടുള്ളതാണ്, കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തുടങ്ങിയിട്ട്. അപ്പം പേരുകളുടെ ഒരു സൗന്ദര്യം അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനുമുമ്പേ വിശാരടി പറഞ്ഞ പോലെ ഇത് മനോഹരമായ പേരുകളാണ്. കവിത തുളുമ്പുന്ന എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ നക്ഷത്രങ്ങളെ വാടകയ്ക്കൊരു ഹൃദയം, രാപ്പാടികളുടെ ഗാഥ, ഇതാ ഇവിടെ വരെ. ഇത് രസമായ ടൈറ്റിലുകളാണ് ഇട്ടുന്നത്. അപ്പം അത് എഴുതാനായിട്ടൊരു സുഖമുണ്ട്. പിന്നെ പപ്പേട്ടനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ കൂടുതൽ സംസാരിക്കില്ല, അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു എനർജി കിട്ടും. പിന്നെ അദ്ദേഹം എഴുതി തരുന്ന കുറെ ക്യാപ്ഷൻസ്, ഈ പരസ്യവാചകങ്ങളുണ്ടല്ലോ, നല്ല രസമായിട്ടുള്ള ക്യാപ്ഷൻസ് എഴുതി. ഇതിനെ നിങ്ങൾ ഒരു ടൈറ്റിൽ എഴുതി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു എത്രാമത്തെ ഡിസൈൻ വരെയൊക്കെ ആയിരിക്കും പപ്പേട്ടന് ഓക്കെ അല്ല ഓക്കെ ആണെന്നൊക്കെ പറയാൻ പറ്റുന്നത്? ഈ കൂട്ടവടയുടെ കാര്യത്തിൽ ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ. കൂടവിടയിലാണോ സ്റ്റാമ്പിനകത്ത് നിങ്ങൾ എല്ലാരും വെച്ചേക്കുന്നത്? നമ്മുടെ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ ഡിസൈൻ പോലെയുള്ള ഡിസൈനകത്താണ് ആർട്ടിസ്റ്റുകളെ വെച്ചേക്കുന്നത്. ആ ഡിസൈനൊക്കെ ആദ്യം പപ്പേട്ടൻ സമ്മതിച്ചില്ല, ഓക്കെ പറഞ്ഞില്ല. ഓക്കെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഞാൻ തന്നെയാ, എന്റെ കൊള്ളരുതാഴികയാണ് അതിന്റെ ഒരു കാരണം. അപ്പോൾ സംഭവം എന്ന് വെച്ചെന്നാല് പപ്പേട്ടനെ വളരെ നേരത്തെ പരിചയപ്പെട്ടു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഒരു യുവ സാഹിത്യ ദൃശ്യകലാ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്തും. അപ്പോൾ അതിൽ ഒരു കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് 2 പ്രാവശ്യം, ഒരു വർഷം ഒരു ക്യാമ്പ്, അങ്ങനെ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഒരിക്കൽ, അപ്പോൾ ഈ ബുദ്ധിജീവികൾ ഇച്ചിരി അന്ന് എല്ലാത്തിനും എതിർക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, നിഷേധ സ്വഭാവമുണ്ട് കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇപ്പം അങ്ങനെ ഒരു നിഷേധത്തിൻ്റെ ഭാഗമായിട്ടും ബുദ്ധിജീവി ചമയാൻ വേണ്ടിയിട്ടും സിഗരറ്റ് വലിച്ചു. ഈ സിഗരറ്റ് വാങ്ങിച്ച് ഞാൻ പാക്കറ്റും പടി ബാഗിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു പാക്കറ്റ് ചാർമിനാറാണ്, അരവിന്ദനൊക്കെ വലിക്കുന്ന സിഗരറ്റ് ചാർമിനാറാന്ന് പറഞ്ഞിട്ട് ചാർമിനാർ സിഗരറ്റ് വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട്. നെയ്യാർ ഡാമിലാണ് ക്യാമ്പ്, ഓറഞ്ച് കളർ കൂട്. അങ്ങനെ നെയ്യാർ ഡാമിലാണ് ക്യാമ്പ്. ഞാനവിടെ മാറി, അവിടെ ഒരു ആനയുടെ പ്രതിമയൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ സിഗരറ്റ് വലിക്കുകയാണ്. അപ്പം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് സാഹിത്യത്തിലും കലയിലും, ചിത്രകലയിൽ, ശില്പകലയിൽ, സിനിമയിലൊക്കെ. അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ കാവാലൻ നായരാണ് പണിക്കർ, ഡോക്ടർ അയ്യപ്പ പണിക്കർ, ONV കുറുപ്പ് തുടങ്ങിയ MT വാസുദേവൻ നായർ, NN പിള്ള, ഇവരെ കടമ്മനിട്ട രാമകൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ക്യാമ്പിൽ ഞങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർവെൽ ടൈമിൽ ഞാൻ മാറി നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ ഡോ എന്ന് പറഞ്ഞൊരു വിളി കേട്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ ഡയറക്ഷനിലെ വിളി വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ വേറെ ആരുമില്ല, അവിടെ തന്നെയാന്ന് പറഞ്ഞു. എന്നെ തന്നെ നോക്കിയപ്പോൾ പത്മരാജനും നെടുമുടി വേണുണ്ട്, പിന്നെ ജഗന്നാഥൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവർ തിരുവനന്തപുരത്ത് ക്യാമ്പിൽ അവരുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് ചെന്നു. സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സിഗരറ്റ് എടുത്ത് കൊടുത്തു. അവരോരോന്ന് സിഗരറ്റ് വലിച്ചു. ഞാൻ പറഞ്ഞു വേണം വെച്ചോ, എൻ്റെ കയ്യിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏരിയയിൽ സിഗരറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഒത്തിരി ദൂരെ പോകണം. അല്ല വേണ്ട കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇവർ ഈ സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചു. എനിക്കുണ്ടായ ഒരു സന്തോഷം. പപ്പേട്ടനെ എനിക്ക് വളരെ അടുത്ത വായിച്ചുള്ള പരിചയമുണ്ടല്ലോ, ആ മനുഷ്യൻ നേരിട്ട് നിന്നിട്ട് എൻ്റെ അടുക്കാൻ ഒരു സിഗരറ്റ് വാങ്ങിച്ചെന്നുള്ള ഒരു സൗഹൃദ രീതിയിലാണ്. അപ്പം എനിക്ക് ആ ഒരു തോന്നല പപ്പേട്ടനോട് വരുന്നത്. ഈ ഒരു മനസ്സിൽ തോന്നിയൊരു സ്വാതന്ത്ര്യം പുള്ളിക്കാരുടെ എപ്പോഴും എനിക്ക് നമ്മളോട് സിഗരറ്റ് ഒക്കെ ചോദിച്ച് ഒന്നിച്ച് വലിച്ച ആളല്ലേ എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ അയ്യോ അത് ഭീകരമായി പോയി. അങ്ങനെ ഇത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഈ കൂടവിടെ എന്ന് പറഞ്ഞ പടം വരുമ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ, പിന്നെ കറിയാച്ചന പാപ്പ, അതായത് പ്രേം പ്രകാശ്, പിന്നെ രാജൻ്റെ അനിയനുണ്ട്, ആക്കൂട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ഷാജി, ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ പടം എടുക്കുന്നത്. അപ്പോൾ ഈ രാജനും ഞാനും ഒക്കെ ആയിട്ട് വളരെ വളരെ അടുത്ത സൗഹൃദമുണ്ട്.
ജോസ് പ്രകാശിൻ്റെ പെങ്ങളുടെ മകനാണ്, അതായത് പ്രേംപ്രകാശിൻ്റെ പെങ്ങളുടെ മകനാണ് ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഇതിൽ വന്നാണ് രാജനുമായിട്ടുള്ളത്. അപ്പം ഞാൻ വരയ്ക്കും എന്നൊക്കെ ഉള്ള അറിയാം. കോട്ടയത്തൊരു സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ ഡിസൈൻസ്, കുറേ പടങ്ങളുടെ ഡിസൈൻസ് എൻ്റെ പേര് വെക്കാതെ മറ്റുള്ള പേരിൽ, അതായത് എസ് എ നായർ, പി എൻ മേനോൻ, കുര്യൻ വർണ്ണശാല, ആർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ചെയ്യുന്നതിൻ്റെ ബാക്കി ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചെയ്യുന്ന ആളാണ് ഞാനെന്നുള്ളത് ഈ രാജൻ അറിയാവുന്നുണ്ട്, കൂടെ ഇവിടെ പ്രൊഡ്യൂസർ. ഇതിൻ്റെ വർക്ക് അശോക് ചെയ്താൽ മതി എന്നുണ്ടൊക്കെ പറയുവാണ്. ഞാൻ പറയും, രാജ ഒരു പടം ഒറ്റയ്ക്ക് ചെയ്യാനും മാത്രം ഒന്നും ഞാനായില്ല, താൻ ചെയ്താൽ മതി എന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് അവസാനം ഇത് ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ രാജനൊരു സ്വഭാവമുണ്ട്, ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞാൽ അതിൽ നിന്നാണ് ഇവിടെ വ്യത്യാസം വരാൻ സമ്മതിക്കില്ല. നമ്മൾ ഇന്ന ദിവസം ഇത്ര മണിക്ക് വണ്ടിയിൽ കയറുന്നു, പോകുന്നു, ഇത്ര മണിക്ക് അവിടെ ചെല്ലുന്നു. അപ്പോൾ പപ്പേട്ടനെ ഈ ഡിസൈൻസ് കാണിക്കാനായിട്ട്, പപ്പേട്ടൻ ഇന്ന് അരപ്പട്ടകെട്ടി ഗ്രാമത്തിൻ്റെ ഷൂട്ടിങ്ങായിട്ട് കുന്നംകുളത്താണ്, എറണാകുളത്ത് നിന്ന് കുന്നംകുളം വരെ പോകണം. ഞങ്ങളിത് തീരുമാനിച്ച് കഴിഞ്ഞ് ഒരു 2 ദിവസം ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിനിടയ്ക്ക് ഞാനൊന്നും മഴ തന്നെ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ജലദോഷവും പനിയെല്ലാം കൂടെ വന്നു. എനിക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ രാജൻ യാത്ര മാറ്റി വയ്ക്കും, എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടും. ഞാൻ അതുകൊണ്ട് പനിയുടെ കാര്യമൊന്നും മിണ്ടാൻ പോയില്ല. വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറുന്നതിന് മുമ്പും ഒരു മഴ നനഞ്ഞു, ചാറ്റമഴയുണ്ട്, അത് നനഞ്ഞു. അങ്ങനെ AC വണ്ടിക്കകത്ത് പോകുമ്പോഴത്തേക്കും തണുത്ത് വിറച്ച് ഈ പനി കൂടി അറിയാതെ കണ്ട് രാജൻ എൻ്റെ കയ്യെ പിടിച്ചപ്പോഴത്തേക്ക് ഈ എൻ്റെ ചൂട് ഫീൽ ചെയ്തു. താൻ എന്തോ പണിയോട് കാണിച്ച്, നമുക്ക് ഈ പനിയായിട്ട് പോകണ്ടായിരുന്നല്ലോ, നമുക്ക് തിരിച്ചു പോയാലോ. ഞാൻ പറഞ്ഞു, അത് വേണ്ട രാജ, കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പപ്പേട്ടൻ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കുളിച്ച് നല്ലൊരു വെള്ള ജുബ്ബയൊക്കെ ഇട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ കാണാൻ ചെല്ലുന്നത്. പപ്പേട്ടനെ എന്തെങ്കിലും രീതി കുറ്റം പറയാൻ പറ്റുമോ? ആദ്യമായിട്ട് ഒരുത്തം കാണാൻ വരുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വരെ വാങ്ങിച്ച് വലിച്ച ആളാണിത് പപ്പേട്ടൻ. എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. വായിച്ചാണെങ്കിലോ ഹരം കയറിയിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ വെച്ചിട്ടാണ് പപ്പേട്ടനെ കാണുന്നു. ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നു. അതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഇങ്ങനെ പുതിയതായിട്ട് ചാൻസ് ചോദിച്ചു വരുന്നവർ ഇരിക്കുന്നു പറഞ്ഞാൽ ഇല്ല വേണ്ട ഞാൻ നിന്നോളാം എന്നൊക്കെ പറയേണ്ടതാണ്. ഇത് ഞാൻ കയറിയിരുന്നു, അതും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഡിസൈൻസ് കാണിച്ചു. അപ്പോൾ ഡിസൈൻസ് പുള്ളി ഒട്ടും താല്പര്യത്തിലല്ല ഇത് എടുത്തു നോക്കുന്നത്. ഓരോന്ന് എടുത്തു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ സ്റ്റാമ്പിൻ്റെ ഡിസൈനും സുഹാസിനിയുടെ ആദ്യം വന്ന ഒരു ഡിസൈനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റിയിട്ടു. അത് കഴിഞ്ഞിട്ട് രാജനെ വിളിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി ഇവർ എന്ന് പറഞ്ഞ് രാജനെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവർ സംഭാഷണം നടത്തുന്നത് എന്നെക്കുറിച്ചാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പപ്പേട്ടൻ്റെ ഒരു രീതിയിൽ ഞാൻ കുറ്റം പറയുമല്ല, പപ്പേട്ടൻ്റെ മുമ്പിലൊരു വലിയ അഹങ്കാരി വന്നിരിക്കുമല്ലേ. അപ്പോൾ എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഈ ഡിസൈനിങ്ങിനെ കുറിച്ച്, ഈ സ്റ്റാമ്പിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ സ്റ്റാമ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, പപ്പേട്ട അതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ പരസ്യകലയുടെ ലക്ഷ്യം. അതായത് ചുമ്മാ ജനം ഇങ്ങനെ കണ്ടുപോകുന്നതിന് പകരം ഇതെന്താണെന്ന് വെച്ചൊന്ന് നോക്കുക. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ വരുമ്പോഴത്തേക്കോ കുറച്ചു നേരം കൂടെ നോക്കി നിൽക്കും, അതാണ് വേണ്ടത് പരസ്യം. ഇതൊക്കെയാണ് രാജൻ്റെ ഒക്കെ പപ്പേട്ടൻ പറയുന്നത്. അവൻ മനുഷ്യന് മനസ്സിലാകാത്തതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കൊക്കെ പറഞ്ഞ് വരട്ടാൻ നോക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജൻ പറഞ്ഞു, അശോക നമുക്ക് പോകാം എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. തിരിച്ച് എറണാകുളം വരെ ഞാനും രാജനും ഒന്നും വേണ്ടിയില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം പോക്കാന്നുള്ളത്. തിരിച്ച് വന്നു കഴിഞ്ഞപ്പം രാജൻ പറഞ്ഞു, അശോക് ഒന്നും തോന്നരുത്, പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്തൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു. എൻ്റെ ഇത് മാറ്റി. ഇത് കഴിഞ്ഞ് പക്ഷേ രാജൻ പിടിപെടുന്നില്ല. രാജൻ പറഞ്ഞു നമുക്ക് മദ്രാസിൽ പോകാം. അങ്ങനെ എന്നെ മദ്രാസിൽ കൊണ്ടുപോവുകയാണ്, വുഡ്ലാൻഡ്സ് ഹോട്ടൽ. അവിടെ ചെന്നിട്ട് പപ്പേട്ടനെ ടൈറ്റിൽ എഴുതി കാണിക്കണം. ആ ടൈറ്റിൽ പോരാ, വേറെ എഴുതാൻ പറഞ്ഞു. അപ്പം ഞാനന്ന് ലെറ്ററാസെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, ഈ പല പല ഫോണ്ടുകളുടെ മോഡലുള്ള ഇംഗ്ലീഷുള്ള. അപ്പം അതിനനുസരിച്ചുള്ള പല രീതിയിൽ ഞാനൊരു 20 വെറൈറ്റി ടൈറ്റിൽ എഴുതി കൂടെ ഇവിടെ എന്നുള്ളത്. ഇത് കൊടുത്തു. അപ്പോൾ അത് പോരാ, മാറ്റി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും രാത്രിയിലൊക്കെ ഇരുന്നിട്ട് ഞാനൊരു 20 ടൈറ്റിലും കൂടെ എഴുതി. അത് നോക്കട്ടെ പോരാന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ 67 ടൈറ്റിൽ എഴുതി. കൂടെ എവിടെ എന്ന് പറഞ്ഞു. അതെല്ലാം ഈ ലെറ്ററാസെറ്റിൽ വന്നിരിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള ഫോണ്ടുകളാണ് എഴുതിയിരിക്കുന്നതെല്ലാം. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പപ്പേട്ടൻ എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് അവസാനം പുള്ളി അവിടെ കിടന്ന ഈ ഒരു മനോരമ പത്രത്തിൽ പുള്ളി തന്നെ അതിൻ്റെ ഈ ബ്ലാങ്ക് സ്പേസ് വരുമല്ലോ, അവിടെ ഇങ്ങനെ കൂടെ ഇവിടെ എന്ന് പറഞ്ഞൊരു സാധനം, ഈറ്റപ്പുലി എന്നൊക്കെ എഴുതുന്ന പോലെ ഒരു സാധനം എഴുതി കാണിച്ചു. ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പപ്പേട്ടനോട്ടുള്ള എല്ലാ സ്നേഹാദരങ്ങളും ഒത്തോടെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ വർക്ക് വേണ്ട. ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്കൊരു വർക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനൊരു വർക്ക് എൻ്റെ പേരിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എനിക്ക് പപ്പേട്ടനോട് എന്തെങ്കിലും ഇതൊന്നുമില്ല, വിഷമം അങ്ങനെ ഒന്നുമില്ല, ഞാൻ പോരുവാന്നും പറഞ്ഞ് പോരുവാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യം, ഈ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച ഡിസൈൻസ്, സ്റ്റാമ്പിൻ്റെ
മറ്റേ ഇതല്ല, ഇങ്ങനെയുള്ള ഡിസൈൻസ് സെൻട്രൽ പിക്ചേഴ്സുകാരെ അവരാണ് വിതരണം. രാജൻ അവരെ കാണിച്ചു. അവർ പറഞ്ഞത്, ഇനി പറയുന്നത് ഇച്ചിരി അഹങ്കാരമായിട്ട് വരല്ലേ, ഫീൽ ചെയ്യില്ലേ, ഞങ്ങളുടെ 40 കൊല്ലത്തെ ചരിത്രത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇത്ര നല്ല ഡിസൈൻ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അവർ ഈ സാധനം നേരിട്ട് പേപ്പറിൽ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് മനോരമയിൽ ഈ ഡിസൈൻസ് വരുന്നത്. ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ അന്ന് രാവിലെ പ്രൊഡ്യൂസർ രാജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഇന്ന് തന്നെ 13 പ്രൊഡ്യൂസേഴ്സ് വിളിച്ചു കഴിഞ്ഞു രാവിലെ 10 മണിക്ക് മുമ്പ്, ഇത് ആരാ ഈ ഗായത്രിയും ചോദിച്ചുകൊണ്ട് എന്നും പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പം ഇത് ഈ രാജനെ വിളിച്ചതുപോലെ തന്നെ പലരും പപ്പേട്ടനെ വിളിച്ചിട്ടുണ്ട്, ഇത് ആരാ ഈ ഗായത്രി എന്നൊക്കെ ചോദിച്ചിട്ട്, ഈ ഡിസൈൻ മനോഹരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗംഭീര അപ്രീസിയേഷൻ ആയിരുന്നു. അപ്പം പപ്പേട്ടനത് എന്നോടുള്ള ആ നീരസം, പതുക്കെ ഈ നീരസം മാറിയിട്ട് പിന്നെ എന്നോട് വളരെ വാത്സല്യം. പിന്നെ കുറേ പടങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ? കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പിന്നെ പറന്ന് 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 നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇനിയും കരിയിലക്കാറ്റ് പോലെ, മൂന്നാം പക്കം, അതൊക്കെ ചെയ്തിട്ടുണ്ട്. മൂന്നാം പക്കം എന്ന് പറയുന്ന ചിത്രം ഇളയരാജയാണ് മ്യൂസിക് അന്ന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ജി വേണുഗോപാൽ, അദ്ദേഹം ഇപ്പോൾ ഓർക്കുന്നു. തൂവാന തുമ്പികളിൽ പാടും മുമ്പ് ഞാൻ 1-2 സിനിമകളിൽ പാടിക്കഴിഞ്ഞിരുന്നു. നവോദയയുടെ 1 മുതൽ 0 വരെ ഉൾപ്പെടെ. എൻ്റെ പേര് ഇതിൽ പത്മരാജൻ സാറിനോട് സജസ്റ്റ് ചെയ്യുന്നത് പെരുമ്പാവൂർ രവിച്ചേട്ടനാണ്. 13 ദിവസം മദ്രാസിൽ 2 പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ താമസിച്ചു. പാട്ട് ഗംഭീര ഹിറ്റായി. അടുത്ത സിനിമ മൂന്നാം പക്കമാണ്. പോയ സിനിമയിലെ ഒരു പാട്ട് പെരിയ ഹിറ്റ്. அந்த സിംഗർക്ക് இந்த സിനിമയിൽ ഒരു സോളോ കൊടുക്കുക വേണമെന്ന് സാറാണ് രാജാ സാറിനോട് പറയുന്നത്. അപ്പോൾ സാറ് ഇങ്ങ വേറെ സിംഗേഴ്സ് ഇருக்கு, അത് പോതും എന്ന് പറഞ്ഞു. അതായത് ഡയറക്ടർ വഴി ഒരു ഗായകൻ വരുന്നത് അന്ന് രാജാ സാറിന് തീരെ ഇഷ്ടമായിരുന്നില്ല. ഞാൻ എങ്ങനെ പാടിയാലും അത് തപ്പ് എന്ന് കൺസോളിൽ നിന്നും രാജാ സാറ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മൈക്കിൻ്റെ മുന്നിൽ വളരെ വിനയാന്വിതനായി ശരി സർ എന്നും പറയുന്നു. അപ്പോൾ സാർ അവിടെ അകത്ത് പത്മരാജൻ സാറിനോട് എനക്ക് തപ്പുന്ന അവനക്ക് സരിയാ. സാർ ദേഷ്യത്തിലാണ്. ഇന്ത പയ്യനെ ഉഴയ്ക്കണം പത്മരാജൻ, രാജ സാർ പറയുന്നുണ്ട്. ഇതെന്നോട് പിന്നീട് പത്മരാജൻ സാറ് പറഞ്ഞാണ്. ഇടയ്ക്കൊരു ബ്രേക്ക് ടൈമിൽ ഞാൻ വെളിയിൽ ചാടിയിറങ്ങി. പ്രസാദ് സ്റ്റുഡിയോയുടെ മുറ്റത്ത് പത്മരാജൻ സാറ് നിൽക്കുന്നുണ്ട്. സർ, ഇതെന്നെക്കൊണ്ട് നടക്കും എന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ വേണു, ഞാൻ രാവിലെ 4 മണിക്ക് ഒരു കഥ എഴുതാൻ ഇരിക്കുമ്പോൾ ഈ ലോകത്തിനി ആരും എന്നെ വെല്ലാൻ ഇല്ല എന്നാണ് എൻ്റെ മനസ്സിൽ. നിനക്കൊരു ജോലി തന്നു, നീ പോയി ധൈര്യമായി ചെയ്യ്, ആരെയും പേടിപ്പിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ പാടിത്തീർത്ത ഉണരുവീ ഗാനം മുരുകുമെന്നുള്ളം എന്ന പാട്ടിന് എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് 1988 കിട്ടി. മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയും അദ്ദേഹം ഒരു കളത്തിരത്ത് നിൽക്കുമ്പോൾ 3 കുട്ടികൾ ഒരു സുഹൃത്ത് കടലിൽ പോയി നിൽക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്നുണ്ടാക്കിയാണ് അല്ലേ? കള്ളം പവിത്രനോ ഏതോ എഴുതാനായിട്ട് പോയതാ. എപ്പോഴും എവിടെയെങ്കിലും മാറിയിരുന്ന എഴുതുന്നത്. വീട്ടിലിരുന്ന പിള്ളേരുടെ ശല്യം ഉണ്ടാവും, എൻ്റെ ശല്യം ഉണ്ടാവും എന്നും പറഞ്ഞ് പുറത്തു പോയിട്ടായിരുന്നു എഴുതുന്നത്. അങ്ങനെ എഴുതാനായിട്ട് പോയതാ. സമുദ്രം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ സമുദ്രയിലാണ് തോന്നുന്നു. എവിടെ പോയി എഴുതാനിരുന്നപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ച് അവിടെയൊക്കെ നടക്കും. ആ സമയത്തുണ്ട് 2-3 പിള്ളേരിങ്ങനെ വല്ലാതെ വിഷാദമുഖരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര വിഷമത്തിലിരിക്കുന്നു. അപ്പോൾ എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അവർ 3-4 എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരായിരുന്നു. 3-4 പേര് കൂടി വന്നതാണ്. അതിൽ ഒരാൾ വെള്ളത്തിൽ പോയി. ആ വിവരം അറിയിക്കാനായിട്ട് വേറെ ആൾ വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതോടെ അപ്സെറ്റായി. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് കേട്ടാൽ പിന്നെ കുറച്ച് ദിവസത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചു വന്നു. ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആൾ ഇവിടെ നിൽക്കുന്നു. ഇനി നിങ്ങളെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞ് പോയ ആളാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സംഭവം പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ സംഗതി മതി. അതുപോലെ ഈ മൂന്നാം പക്കത്തിലെ സംഗതി നേരിട്ട് കണ്ടതാണ്. ഈ തിലകനാഥും പിടിച്ചു വരുന്ന ഒരു സീനുണ്ടല്ലോ, അത് അദ്ദേഹം അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ
കണ്ടതാ. അതെന്താ ഇങ്ങനെ, നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്താന്ന് അന്വേഷിച്ചപ്പോഴാ ഈ ഒരാള് മുങ്ങിപ്പോയി, അതിൻ്റെ ശേഷമുള്ള ക്രിയകളാണ് അത്. വേറെ ഏതോ സമുദായത്തിലുള്ളതായിരിക്കാം. ഇങ്ങനത്തുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരും. അവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വിഷമമാണ്. പിന്നെ ഒരു മഞ്ചാടി മാല ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മദ്രാസില് എന്നെ ഈ സ്വഭാവം നന്നാക്കാൻ വേണ്ടി എന്നെ പല സ്ഥലത്തൊക്കെ ബന്ധുക്കളുള്ള വീട്, അവള് കൽക്കട്ടയിൽ 2 മാസം, കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും മാറ്റി മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടു പോവാൻ എന്താ വഴി? അപ്പൊ കൽക്കട്ടയിലൊക്കെ വേറെ പേരിലാ കത്ത്. മോഹൻമേന്റെ, ഞാൻ പറഞ്ഞില്ലേ മോനു നേരത്തെ പറഞ്ഞില്ലേ, അവന്റെ അമ്മയും അച്ഛനും അവരെല്ലാവരും അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവിടേക്ക് കത്ത് വരുമായിരുന്നു. അപ്പോഴൊക്കെ ഈ വീട്ടുകാരറിയാതെ കത്തയച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ മദ്രാസിലേക്ക് എന്നെ അയച്ച സമയത്ത്, അത് ചേട്ടൻ്റെ വൈഫ് പ്രസവത്തിന് പോയ സമയത്ത്, മലപ്പുറത്ത് അവരുടെ വൈഫ് ഹൗസ്, അവിടെ പോയ സമയത്ത് എന്നെ വീട്ടിൽ, എനിക്ക് വെക്കാനൊന്നും അറിയില്ല, എന്നാലും ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി, വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഇത് ആ ചുറ്റുപാടൊന്നും, അത് വെട്ടിത്തരമാണ്. ആരാ ആലോചിച്ചുണ്ടാക്കിയെന്ന് അറിഞ്ഞൂടാ. എവിടെ പോയാലും കത്തെഴുതാന്നുള്ളതിനെ പറ്റി ആരും ആലോചിച്ചില്ല. എന്നെ അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററെ മാരേജ് ഇരിക്കുന്ന IIT കെമിസ്ട്രി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റിട്ടയർ ചെയ്ത് അമ്മാവൻ്റെ മോൻ തന്നെ. അപ്പോൾ IIT അപ്പം IIT ഇദ്ദേഹം ലീവ് എടുത്ത് അവിടെ വന്ന് താമസിച്ച്, ചേട്ടൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ തനിച്ചേ ഉള്ളൂ. അവിടെ വന്ന് എന്നെ പെങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് ആ സമയത്ത് ഈ പരിപാടിയൊക്കെ. കൽക്കട്ടയിൽ ഒരാള് പോയി, ഫോണൊന്നുമില്ല, വഴിയൊക്കെ തെറ്റി. അല്ല, ഇത് കൽക്കട്ടയല്ല, ഇത് മദ്രാസില്. എന്നിട്ട് അവിടെ വെച്ചാണ് എനിക്ക് ചേട്ടൻ്റെ വീട്ടിൽ വെച്ച്, അത് എല്ലയമ്മൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു കോവിലില്ലേ, അതിൻ്റെ അടുത്താണ് ചേട്ടൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ശരിക്കും അത്ഭുതം തോന്നും. ആ മാല എനിക്ക് തരുന്ന സമയത്ത് ആ അടുത്ത അമ്പലത്തിൽ നിന്ന് കുട്ടും വാദ്യവും ഒക്കെ ഇങ്ങനെ കേൾക്കുക. ഒരു വല്ലാത്ത മെമ്മറി അത്. നിമിത്തമാണത്, നിമിത്തമായി അത്. അതെ. ഞാൻ ഗന്ധർവൻ ആണ് അവസാനമായിട്ട് ചെയ്യുന്ന സിനിമ. അതും ഈ പറഞ്ഞതുപോലെ, ഇപ്പം നേരത്തെ നമ്മൾ 3-ാം പക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പം, ചില കഥകൾ കേട്ടാൽ, ചില കാര്യങ്ങൾ കേട്ടാൽ അത് ഹോണ്ട് ചെയ്യുന്ന പറഞ്ഞ പോലെ, ഞാൻ എവിടെ വായിച്ചു, ചെറുപ്പത്തിലേ തൊട്ടേ ഒരു അശരീരികളുടെ അത് സംസാരിക്കണം. അശരീരികൾ, അതായത് ശരീരമില്ലാത്തവർ, ഭൂതപ്രേത വിശാചുക്കൾ വലിയ ഇഷ്ടമായിരുന്നു. അതിനെപ്പറ്റി അറിയാൻ ഭയങ്കര. അമ്മ നന്നായിട്ട് കഥ പറഞ്ഞു കൊടുക്കും, അമ്മയുടെ സ്വന്തമായിട്ട് വിട്ടുകൊടുക്കും കഥയുടെ കൂടെ. അങ്ങനെ പറഞ്ഞ് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എപ്പോഴും സിനിമക്ക് കഥ എഴുതാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോൾ പറയുമ്പോൾ ഞാൻ പറയും, നമ്മൾ മാത്രമേ പടം കാണാനുണ്ടാവുള്ളൂ, ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും വരില്ല കാണാൻ, സാധാരണ കഥകൾ മതി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഞാൻ നിർബന്ധിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവസാനം എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവനെ കാച്ചാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയി. അദ്ദേഹം എന്നിട്ട് എത്രയോ ചാത്തൻ മഠങ്ങളിൽ കയറി ഇറങ്ങി. ആദ്യം കാട്ടുമട നാരായണൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അശരീരികളെ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു വാർണിംഗ് പറഞ്ഞോ അല്ലേ? പറഞ്ഞു. കാട്ടുമടം പറഞ്ഞു, അമ്മ പറഞ്ഞു കൊടുത്തു പലതും പറഞ്ഞു കൊടുത്ത്. ഇദ്ദേഹത്തിനോട് കാട്ടുമാട് നാരായണൻ അപ്പോൾ പറഞ്ഞു, കളിക്കരുത്, ദോഷമാണ്, അത് സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം കൂട്ടാക്കിയില്ല. എന്നിട്ട് എത്രയോ ചാത്തൻ മഠങ്ങൾ, നമ്മുടെ ഈ കേരളത്തിലുള്ള സകല ചാത്തൻ മഠങ്ങളും പോയി കണ്ട് അവിടുന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ പടം എഴുതാൻ തുടങ്ങുന്നത്. ഈ കരിയിലക്കാറ്റ് സിനിമയില്ലേ, അതിന്റെ ആദ്യത്തെ പേര് അറം എന്നായിരുന്നു. അതെ, അല്ലേ? അത് ആ പേര് പ്രൊഡ്യൂസർമാർ ഒരു വലിയ ഭയങ്കര നിർബന്ധം പിടിച്ചു, ഈ പേരൊന്ന് മാറ്റണം, ഇത് അറം എന്നുള്ള പേര് അത് രാശിയല്ല. ചേട്ടൻ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, ലോകത്ത് ആകെ അമ്മ പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുള്ളൂ. വേറെ പറഞ്ഞാണ് അവസാനം ആ പേര് മാറ്റി, അമ്മ പറഞ്ഞിട്ടായിരിക്കും അല്ലേ? അമ്മ പറഞ്ഞു അങ്ങനെ കരിയിലക്കാറ്റ് പോലെയൊക്കെ.
ഞാൻ അവസാനം പപ്പേട്ടനുമായിട്ട് സംസാരിച്ചത് ഞാൻ ഗന്ധർവൻ സമയത്താണ്. എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിടോ ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്, താൻ വന്ന് ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പപ്പേട്ട ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് എന്ന്. അതാണ് അവസാനം ഞാൻ കേട്ട ശബ്ദം. ഈ നവോദയക്കാർ 3D പടം എടുത്തില്ലേ, ഇതിലെ ആദ്യത്തെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റ് പലരെ കൊണ്ടും എഴുതിപ്പിക്കാനായിട്ട് ഇവർ പലരെയും ട്രൈ ചെയ്തിരുന്നു. ഇവരാദ്യം തന്നെ ഉദ്ദേശിച്ചിരുന്ന ഒരാൾ പത്മരാജനായിരുന്നു. പത്മരാജനുമായിട്ട് ഒത്തിരി ഡിസ്കഷൻസും ഒക്കെ നടന്നായിട്ട് ജിജോയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാത്തൻ മഠങ്ങളിലും ഇവിടെയൊക്കെ പോയതാണ്. അവിടുന്ന് അപ്പച്ചൻ്റെ ഭാര്യയും പിന്നെ ജിജോയും കൂടെ വീട്ടിൽ വന്നിരുന്നു. ചാത്തൻ മഠങ്ങളിലൊക്കെ മൈ ഡിയർ കുട്ടിച്ചാത്തനാണല്ലോ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ചാത്തൻ മഠങ്ങളൊക്കെ സന്ദർശിക്കുക പപ്പേട്ടനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളി വേണ്ടെന്ന് വെച്ചു. ഞാൻ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ ഈ കാസ്റ്റിംഗ് നമ്മളിപ്പോ റഹ്മാൻ ജയറാമേട്ടൻ ഞാൻ ഇങ്ങനെ കുറെ ശാരി ഇവരൊക്കെ കൊണ്ടുവന്ന് കൂട്ടത്തിൽ ഇപ്പം അന്ന് നിതീഷ് ഭരദ്വാജൻ ഇവിടെ കൊണ്ടുവരിക, സുവർണയെ ഇവിടെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് അത് നല്ല രസമായിരുന്നു. അപ്പൊ കൃഷ്ണനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു. അപ്പോ ഇദ്ദേഹം ഈ കാസ്റ്റിങ്ങിന്റെ സമയത്ത് പിന്നെ ഞങ്ങള് 2 മക്കളും ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചിരുന്നാണ് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പം ഇവർ ചെറിയ കുട്ടികളാണെങ്കിലും ഇവരുടെയൊക്കെ അഭിപ്രായം ചോദിക്കും. അപ്പം ഞാൻ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ പോവാണ് പിന്നെ ഗന്ധർവനായിട്ട്. നിങ്ങൾ പറയും ആരായിരിക്കും? ഞാൻ ചാടി കയറി പറഞ്ഞു കമൽഹാസൻ എന്ന് പറഞ്ഞു. അപ്പം അല്ല എന്ന് പറഞ്ഞു. അപ്പം ഓരോരുത്തരാളെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരൊന്നുമല്ല, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിതീഷ് ഭരദ്വാജോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായത് കേട്ടു പറഞ്ഞു. 2-3 പ്രൊഡ്യൂസേഴ്സ് അന്നിട്ടൊക്കെ പറഞ്ഞു ആ ഒരൊറ്റ കാര്യം കൊണ്ട് എന്തൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണത്. മഹാഭാരതം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് അതിൽ കൃഷ്ണനായിട്ട് വന്ന ആ പുഞ്ചിരി, ആ ഒരു കുസൃതി കലർന്ന ആ നോട്ടം, ഇതെല്ലാം കൂടെ ആ ആളെ പിടിച്ചിട്ട് ഗന്ധർവനാക്കുക എന്ന് പറഞ്ഞ് ഇതിന്റെ അപ്പുറത്തൊരു കാസ്റ്റിംഗ് ഉണ്ടോ? അത് മാത്രോ ഇതൊരു കുറച്ച് സീനുകൾ വിട്ടാൽ പുള്ളി നല്ല ജീൻസും ഷർട്ടും സാധനങ്ങളൊക്കെ നമ്മൾ ഗന്ധർവൻ എന്ന് പറഞ്ഞ് നമ്മുടെ നല്ല സിമ്പിളായിട്ട് ജീൻസൊക്കെ മടക്കി വെച്ചിട്ട് ചെത്ത് പയ്യനായിട്ടാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതിലൊരു ടോയ് ഷോപ്പിലൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ, ഗണേശുമായിട്ടൊരു ടോയ് ഷോപ്പിലൊരു ഫൈറ്റ്. പാട്ടുകൾ എത്രയാണ് ജോൺസൺ മാഷ് കൈതപ്പുറം തിരുമേനി, അതിലല്ലേ ദേവാങ്കണങ്ങള്. അശോൻ ചേട്ടാ അമ്മയ്ക്ക് വേണ്ടി ദേവാങ്കണങ്ങൾ 4 വരി കേൾക്കാം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യയായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമായി താങ്ക് യു. ഇത് വീണ്ടും ഒരു ജനുവരി മാസമാണ്. 34 വർഷങ്ങളായി പത്മരാജൻ എന്ന ഈ അതുല്യ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട്. ജനുവരി 23-നാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂവിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു അല്ലേ? പ്രിവ്യൂ ഷോ എല്ലാ സ്ഥലത്തും ഇട്ടൊന്ന് കാണിക്കണം. പടം കളക്ഷൻ മോശമാണ്, ഫസ്റ്റ് ഡേ കളക്ഷൻ മോശമാണ്. അത് കാരണം ഗന്ധർവനെയും കൊണ്ടൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നിതീഷ് ഭരദ്വാജനെയും കൂട്ടി പോവുമായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നു പോവാൻ. പറഞ്ഞു എനിക്ക് വയ്യ ഈ താര പ്രകടനം അവിടെ കൊണ്ട് കാണിക്കാനൊന്നും. പ്രമോഷന് വേണ്ടി
നിർബന്ധിച്ച്, ഞാൻ തന്നെ നിർബന്ധിച്ച് പോവൂ എന്ന് പറഞ്ഞൊരു ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഓ, പടം റിലീസായതിനു ശേഷം ആ, ആകെ നിരാശനായിരുന്നു. കാരണം കളക്ഷൻ പ്രതീക്ഷ പോലൊന്നും ഉണ്ടായില്ല. എതിരഭിപ്രായങ്ങൾ ഒത്തിരി വരികയും ചെയ്തു ഗന്ധർവൻ. അത് പപ്പേട്ടനെ ശരിക്കും അത് ബാധിച്ചിരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാനും പപ്പേട്ടനും ഗുഡ് നൈറ്റ് മോഹൻ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് കുറേ നേരം സംസാരിച്ചായിരുന്നു ഈ പടത്തെ കുറിച്ചിട്ട്. അത് ഇതുപോലെ പലവട്ടം ഇതിനു മുമ്പും ഇങ്ങനെ സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ പരസ്യം ചെയ്യാത്ത പടത്തിനാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരിക്കലും ഗാന്ധിമതി ബാലനും അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ വന്നപ്പോഴത്തേക്കാണ് അത് റിലീസായി കഴിഞ്ഞപ്പം അതിനും ഈ പറഞ്ഞ പോലെ കളക്ഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പപ്പേട്ടൻ എന്തൊക്കെ നീ പരസ്യമൊക്കെ ചെയ്യുന്ന ആളല്ലേ, എന്താണ് ഇതിൻ്റെ അകത്ത് ഈ വന്നിരിക്കുന്നത് പറഞ്ഞു. പപ്പേട്ട പരസ്യത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, ആ പടത്തിൻ്റെ അതിൻ്റെ തീം. ഇപ്പം ഞാൻ വീട്ടിൽ സിനിമ കാണാൻ പോകുന്ന ആളാണ്. എൻ്റെ അമ്മയും സഹോദരിമാരും ഒക്കെ പോകും. ചിലപ്പോൾ ഞാൻ കോട്ടയത്ത് പോയി കണ്ടതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ ആയിരിക്കും ഇവർ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അവർ നാച്ചുറലി എന്തൊക്കെ ചോദിക്കും, എന്നാ മനെ ആ പടത്തിൻ്റെ കഥ എന്നാന്ന് ചോദിക്കും. എനിക്ക് അമ്മയുടെ അടുക്കൽ കഥ പറയാൻ പറ്റും ഇതിൻ്റെ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. പപ്പേട്ടൻ ഞടുങ്ങിപ്പോയി ശരിക്കും. ആ ഒരു തീം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയുമ്പോഴത്തേക്കും എല്ലാവരും ആർട്ടിക്കിൾ എഴുതും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിപ്ലവമാണ്, ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള ഐഡിയ ആണെന്നൊക്കെ പറയാം. പക്ഷേ കുടുംബ സദസ്സ് കാലമാണ് ആ കാലം. ഈ സിനിമകൾ നോക്കൂ, ഈ 33 വർഷങ്ങൾക്ക് ഇപ്പുറം എല്ലാ സിനിമകളും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സിനിമകളും പറഞ്ഞ ആ കാലത്തിന്റെ അതാ ഞാൻ പറഞ്ഞത്. അടിയിൽ ചുവന്നോഷിക്ക് ഒരു വരയും കൂടി ഇട്ടിട്ടാ പറയുന്നത്. ആ കാലം ഒരു ബ്രോത്തൽ ഇതിൽ തപ്പിപ്പോവുക 3 ചെറുപ്പക്കാരെന്ന് പറയുമ്പോഴത്തേക്കാണ് എന്താ ഈ ബ്രോത്തൽ ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അന്ന് എഴുതാനുള്ള ആ ഒരു അല്ല, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അങ്ങനെയുടെ ആ ഒരു വിപ്ലവ ആ ഒരു എന്താ അത്ര പവർഫുൾ. എല്ലാം ഈ എനിക്ക് ഗന്ധർവനാണെങ്കിൽ അതിന്റെ ആർട്ട് വർക്കും മുറി മുഴുവൻ മിന്നാമിനിങ്ങും അതും ഇതൊക്കെ അന്നത്തെ കാലത്ത് അതെല്ലാം വലിയ അത്ഭുതങ്ങളാണ്. അത് മാത്രമല്ല അതിനകത്ത് വളരെ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്. നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇന്ന് അതുപോലത്തെ ഒരു പടം എടുക്കാൻ പറ്റില്ല. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ആ ടൈറ്റിൽ തന്നെ വരുന്നുണ്ടല്ലോ അത്. ആദ്യത്തെ പടം ഇറങ്ങി ഫസ്റ്റ് ഹാഫ് ഒരു ജാതിക്കാരെ പ്രതികരിക്കാൻ തുടങ്ങി, ഭയങ്കര ബഹളം ഉണ്ടാക്കി. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ വേറെ കൂട്ടരെ ബഹളമാക്കി. അവസാനം MLA മാർക്ക് കാണണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും MM ഹസൻ അടക്കമുള്ള അന്ന് ഒരുപാട് പേര് കൂടി അവർക്കായിട്ട് ഒരു ഇട്ടു. അപ്പൊ CD ഹാജിയെ മറ്റേ പറഞ്ഞു മലപ്പുറത്തിട്ടാ കത്തിക്കും എന്ന്. CD ഹാജി എന്താ അന്ന് ഈ ഹിന്ദു മുസ്ലിം ലഹളയാണ് പ്രശ്നങ്ങള്. അത് എന്തിന്റെ പേരില്? അതെ, അതാണ് ആൾക്കാർക്കത് ഭയങ്കര. അത് എന്താന്ന് വെച്ചാൽ ഗന്ധർവനെ കാണാനായിട്ട് പോയ ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അത് മറ്റേ പടത്തില് ഗന്ധർവനെ കാണാനായിട്ട് പോയിട്ട് ഗന്ധർവൻ ഈ പറഞ്ഞ പോലെ പാന്റും ഷർട്ടും ഇട്ടിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് പേര് ബ്രാഹ്മിൻസ് ആയിരുന്നു ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഈ കൃഷ്ണന്റെ ഇമേജ് കണ്ടോണ്ട് തിരിച്ചു വന്ന എല്ലാവരും ചീത്ത, കൃഷ്ണൻ പാന്റും ഷർട്ടും നടക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ പടങ്ങൾക്കെല്ലാം ഒരുപാട് അരപ്പട്ടയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കുറച്ച് ദിവസം ഓടിയോ, ഒരാഴ്ച ഓടിയോ സംശയമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട പടവും ഇതാണ്. അല്ല, ഈ നമ്മൾ ഇന്ന് കാലം മുന്നോട്ട് വന്ന് നമ്മുടെ പ്രേക്ഷക സമൂഹം പരിഷ്കരിക്കപ്പെട്ടപ്പോൾ അവര് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും അന്നേ ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അന്ന് അവിടെ എത്തി നിൽക്കുകയാണ്. അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ത്രോട്ട് പ്രോസസ് അന്ന് നടന്നിട്ടുണ്ട്. എപ്പോഴും പറയും മുൻപേ പറഞ്ഞ പക്ഷിയാണ്. അതെ അതെ അതെ, കാലത്തിന് മുമ്പേ ആ സഞ്ചരിച്ച സിനിമകളെല്ലാം ഇന്ന് വളരെയധികം ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലും ഗന്ധർവനും ഒക്കെ. പത്മരാജന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഈ സിനിമയിൽ കണ്ടല്ല, കലണ്ടറിൽ കണ്ടിട്ടുള്ള ദൈവങ്ങളുടെ രൂപമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഗന്ധർവൻ്റെ അപ്പിയറൻസ് വരേണ്ടതെന്നുള്ളതിന് പപ്പേട്ടൻ സമീപിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. നമ്പൂതിരിയോട് എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്കെച്ച് ചെയ്തിട്ട് അതുവരെ വരാത്ത രീതിയിലുള്ളൊരു ഗന്ധർവ രൂപം, അതിമനോഹരമായിട്ടുള്ളൊരു കിരീടമല്ല, തലയില് ഒരു വെളിച്ചം, അത് ഭയങ്കര രസമായിരുന്നു. കിരീടമല്ല, ഒരു പകുതി കിരീടമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനത്തെ ഒരു ഒരു ആഭരണമൊക്കെ വെച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട്, ഒരു ഉത്തരീയൊക്കെ ഇട്ടിട്ട് അത് ഗംഭീരമായിട്ടുള്ള ഒരു തനി മസ്കുലിനായിട്ടുള്ള ഒരു ഫിഗർ സ്കെച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മേക്കപ്പ് എടുക്കാൻ നോക്കി. അങ്ങനെ ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ. മറ്റേ പെരുവഴിയമ്പലത്തിൽ ഈ
ആദ്യത്തെ കൊലപാതകം നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, വാണിയൻ കുഞ്ചുവിൻ്റെ മകൻ രാമൻ അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയായിട്ടുള്ള, അല്ല ഗുണ്ടെന്നോ എന്താ പറയുക, റൗഡി എന്നൊക്കെ പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാൾക്ക് ഫാമിലിയൊക്കെ ഉണ്ട്, അതും അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൻ്റെ ഇത് കാരണം കഥയൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ അങ്ങനെ വന്നപ്പോൾ ഇയാളെ കൊല്ലേണ്ട ഒരു സ്റ്റേജ് വരുവാണ്. ഈ വാണിയൻ കുഞ്ചുവിൻ്റെ മകൻ രാമൻ, വെറും 16-17 വയസ്സുള്ള പയ്യ, അശോകനാണ് അത് ചെയ്ത്. ഇത് കൊല്ലേണ്ടി വരുമ്പം ഉത്സവപ്പറമ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവം എടുക്കുന്നത്. അപ്പോൾ ഉത്സവപ്പറമ്പിൽ രാത്രിയിൽ ഉത്സവത്തിന് അമ്പലപ്പറമ്പിൽ എന്തായിരിക്കും ഉണ്ടത്, അമ്പലത്തിൽ നടക്കുന്ന എന്തെങ്കിലും കലാപരിപാടികൾ, അവിടെ പത്മരാജൻ ഉപയോഗിച്ചത് അതിമനോഹരമായ ഒരു ഹരികഥയാണ്. ഹരികഥ ഉത്സവപ്പറമ്പിൽ പശ്ചാത്തലത്തിൽ നടക്കുന്നു. അപ്പോൾ ഈ ഹരികഥ ഇടയ്ക്ക് കാണിക്കുന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു അശോകൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ കാണും. അശോകന് പാടാൻ പറ്റും തോന്നുന്നു. അത് ഈ കഥാപ്രസംഗം എപ്പോൾ ഇടയ്ക്ക് കയറി കഥ പറയും, 2-3 ലൈൻ. കഥാപ്രസംഗമല്ല, ഹരികഥ. കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ സാമൂഹ്യ, ഈ ഹരികഥ പുരാണ ഹരികഥയാ പിന്നെ കഥാപ്രസംഗമായത്. ആയത് അന്ന് ഹരികഥയാണ്. അവരെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഹരിപ്പാട് സരസ്വതി ഇവിടെ ജയലക്ഷ്മി ശ്രീനിവാസ്. അതൊന്ന് ഒരു വരി പറയൂ അശോകൻ ചേട്ടാ. അങ്ങനെ ഇരിക്കുന്നതായ കാലത്തിങ്കൽ ബാലികാസുരന്റെ ശല്യം സഹിക്കവയ്യാതെ ഭഗവാൻ നാരദമുനി ത്രൈലോക്യങ്ങൾക്കും സൃഷ്ടികർത്താവായ ശ്രീ പരമേശ്വരൻ സമക്ഷത്താൽ സങ്കടം ഉണർത്തുന്നു. പാമ്പുമെലിമ്പും ആണ്ടവനെ, പാമ്പുമെലിമ്പും ആണ്ടവനെ, ചന്ദ്രകലാധരനെ, വെണ്ണീറണിഞ്ഞവനെ. പിന്നത്തെ ഇവിടെയില്ല. അത് പിന്നെ ഇടയ്ക്കുള്ളത് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്ന ദാരികൻ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ സകല ലോകങ്ങൾക്കും കുഴപ്പമായിട്ടുള്ള ഇയാളെ കൊല്ലാനായിട്ട് കാളി പുറപ്പെടുന്നതായിട്ടാ. അത് പപ്പേട്ടൻ ചെയ്യിപ്പിച്ചത് കാവാലത്തിനെ കൊണ്ട് ഒരു ഹരികഥ എഴുതിപ്പിച്ചിട്ട് എം ജി രാധാകൃഷ്ണൻ കൂടെ ചേർന്ന് ട്യൂൺ ചെയ്തിട്ട് അതാണ് ഈ ഹരിപ്പാട് സരസ്വതി നമ്മളെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കാളി കരാളി പിശാചു വേതാളി, കാളി കരാളി പിശാചു വേതാളി, ഒരു കാതിൽ സൂര്യൻ മറുകാതിൽ ചന്ദ്രൻ, നാന്തകശൂലം വാള് വട്ടക ചക്രം ഭരിച്ച, നാന്തകശൂലം വാള് വട്ടക ചക്രം ഭരിച്ച. അങ്ങനെ പറഞ്ഞിട്ട് ഈ സന്നാഹങ്ങളോട് കൂടി മുഴുവൻ പോകാനായിട്ട് പുറപ്പെട്ടെന്ന് പടപ്പുറപ്പാട്. അത് പറയുമ്പോ വില്ലൻ ഈ സമയത്താണ് സംഭവമാണ് സിനിമയിലെ സീനുമായിട്ട് സിങ്ക് ചെയ്ത് ഒരെണ്ണം പുതിയൊരു ആർട്ട്, ഒരു വരികൾ എഴുതിച്ച് ചെയ്ത് പശ്ചാത്തലത്തിൽ കഥയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു സംഭവം എഴുതിയുണ്ടാക്കിയ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്, ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം കാവാലത്തിനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ കൊണ്ട് എഴുതിച്ച് നടന്ന കഥയാണ്. അതാണ് അതിന്റെ ഒരു, അത് അതുപോലെ എടുത്തു വെച്ചിരിക്കും. അതിന്റെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അശോകൻ. അതെ, ഞങ്ങളൊക്കെ അടുത്ത് നടന്ന സംഭവമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട പത്മരാജൻ എന്ന സംവിധായകന്റെ ഓർമ്മകളുമായി മറ്റൊരു പ്രിയപ്പെട്ട ആൾ ശ്രീ ബാബു നമ്പൂതിരി. പപ്പേട്ടൻ്റെ തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, അമൃതം ഗമയ കണ്ടിട്ട്, അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ MT സാറും ഹരൻ സാറും കൂടെ ചെയ്ത വളരെ നല്ലൊരു, വളരെ ദിവസങ്ങൾ ഓടിയ ഒരു പടം, മോഹൻലാൽ ഹീറോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചു, സൗകര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം വരെ വരൂ, എൻ്റെ വീട്, ഞാൻ പൂജപ്പുരയാണ് താമസിക്കുന്നത്, ഒന്ന് കണ്ടാൽ കൊള്ളാം. ഇത് എത്രയേ ഉള്ളൂ മെസ്സേജ്. ഞാൻ ചെന്നു, പിറ്റേ ദിവസം തന്നെ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, ഞങ്ങൾ ഒരു പടം ചെയ്യാൻ പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞ് ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എൻ്റെ സ്ക്രിപ്റ്റാണ് ഇത്. ഗാന്ധിമതി ബാലൻ അടുത്തിരിക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അത് ശരി, അപ്പോൾ അതിലൊരു വേഷമുണ്ട്. ബാബു അമൃതംഗമേ ചെയ്ത് എനിക്കറിയാം, ആ ടൈപ്പ് വേഷമല്ല, ജസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഒരു പരീക്ഷണം പോലെ വന്നേക്കാവുന്നൊരു സംഭവമാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് സാരമില്ല, എനിക്കത് ചെയ്യാം, കാരണം ഒരു നടൻ എന്നുള്ള നിലയിൽ എല്ലാത്തരം വേഷങ്ങളും ചെയ്യണമല്ലോ, അതുകൊണ്ട് ഐ എം പ്രിപ്പയർഡ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുക. അതിൽ ആദ്യത്തെ ദിവസം ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് പ്രായം പറഞ്ഞു, ബാബു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, പക്ഷേ അമൃതംഗമയിലെ വേഷമല്ല ഇത്, മറ്റൊരു സംഭവമാണ്, അത് മനസ്സിലിരുന്നോട്ടെ, പിന്നെ നാടകത്തിൽ നിന്ന് കുറച്ചുകൂടെ പറഞ്ഞു പോരണം, നന്നായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു വലിയ ഒരു അഡ്വൈസായിരുന്നു.
പിന്നീട് ആ പ്രശ്നമേ ഉണ്ടായില്ല. ഓരോ ടേക്കിലും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പോരായ്മ കൊണ്ടോ കൂടെ നിൽക്കുന്ന ആളുടെ പോരായ്മ കൊണ്ടോ ചിലപ്പോൾ 2-3 ടേക്ക് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ജയാനൻ വിൻസെൻ്റ് ആയിരുന്നു ക്യാമറ. ആ പടം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൽ എത്രയോ വലിയൊരു സ്വീകാര്യതയാണ് ആ റോളിന് കിട്ടിയതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ 200 ചില്ലുവാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു വേഷം ചെയ്തതിൽ ഇത്രയും കൂടുതൽ പ്രാവശ്യം ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ കുറിച്ച് എൻ്റെ അടുത്ത് നേരിട്ട് പറയുന്ന ഈ ഒരൊറ്റ ക്യാരക്ടറിനെ കുറിച്ചാണ്. പപ്പേട്ടൻ്റെ ഒരു ക്യാരക്ടർ. പത്മരാജൻ എന്ന് പറയുന്ന ആ ഒരു അപൂർവ പ്രതിഭയുടെ 1965 ആകാശവാണിയിൽ ജോലി കിട്ടിയ ഒരു കാലം മുതൽ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി അതിലെ നായകനുമായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു ദിവസം വരെയുള്ള ഒരുപാട് ഓർമ്മകളുടെ ഏതൊക്കെയോ ചില ഏടുകളിലൂടെയാണ് ഓർമ്മയിലെന്നും പത്മരാജൻ എന്ന ഈ പരമ്പര കടന്നുപോയത്. നേരത്തെ പറഞ്ഞതുപോലെ 34 വർഷങ്ങൾക്ക് ഇപ്പുറം അതേ ജനുവരിയിൽ ആ പ്രതിഭ ഇപ്പോഴും ഓർക്കപ്പെടുന്നത് അന്നേ ഇന്നത്തെ കാലത്തെ പറ്റിയും ഇന്നത്തെ സമൂഹത്തെ പറ്റിയും ഈ സമൂഹം അല്ലെങ്കിൽ ആ സമൂഹം എങ്ങനെയാണ് മുന്നിലേക്ക് പോകേണ്ടതിനെ പറ്റിയുമെല്ലാം വലിയ ദീർഘവീക്ഷണത്തോടെ കല എന്ന തൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ജനകീയമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് സിനിമകളും കഥകളും ചെറുകഥകളും തിരക്കഥകളും എല്ലാം എഴുതിയും സംവിധാനം ചെയ്തുമാണ് പത്മരാജൻ എന്ന അതുല്യ പ്രതിഭ നമ്മൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ പല ചിത്രങ്ങളായും കഥകളായും കഥാപാത്രങ്ങളായും ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കും. ഓർമ്മയിലെന്നും പത്മരാജൻ എന്ന ഈ ഒരു ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞു സിനിമയുടെ മറ്റ് ഡബ്ബിങ് പരസ്യകല എന്നൊക്കെ പറയുന്ന മേഖലകളിൽ നിന്ന് ആള് ഇവിടെ വന്നത് ഇതുപോലൊരു ലെജൻഡറി സംവിധായകന്റെ എപ്പിസോഡ് ചെയ്തപ്പോഴാണ്. വന്ന എല്ലാവരുടെയോടും ഹൃദയപൂർവ്വം നന്ദി ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ പേരിൽ പറയുന്നു. അമ്മയോട് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ആൽബം സൈൻ ചെയ്യാം. പ്രിയപ്പെട്ട പത്മനാഭൻ സാറിൻ്റെ ഭാര്യ രാധാലക്ഷ്മി അമ്മയ്ക്ക് 2 അശോകൻ ചേട്ടന്മാരും ചേർന്ന് അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു ഉപഹാരം. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒരു പ്രതിഭയെക്കുറിച്ച് ഇന്നിരുന്ന് ആലോചിക്കുമ്പോൾ അയാൾ കാലത്തിനൊപ്പമാകുന്നു എന്നത് അപൂർവം ചില പ്രതിഭകൾക്ക് മാത്രം സ്വന്തമായ ഒരു മികവാണ്. അത്തരത്തിൽ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട പത്മരാജൻ എന്ന അതുല്യ സംവിധായകന്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും പത്മരാജൻ എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.